ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അധികാരത്തിന് വേണ്ടിയിട്ടോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ പണമുണ്ടാക്കാനോ ഒരു MLA ആകാനോ MP ആകാനോ മന്ത്രിയാകാനോ ആയിരുന്നില്ല, ഇന്നുമല്ല. എന്നെ സംബന്ധിച്ച് ഈ കേരളത്തെ രക്ഷപ്പെടുത്തിയെടുക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹം ഇല്ല, MLA ആവാൻ ആഗ്രഹമില്ല, മന്ത്രിയാവാൻ ആഗ്രഹമില്ല. ഇനി അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഞങ്ങൾ NDAയുടെ കൂടെ ഭാഗമായിരിക്കുന്നത് തന്നെ ആ ലക്ഷ്യത്തിൽ മുൻനിർത്തിയാണത്. ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ 2020 ഒറ്റയ്ക്ക് നിന്നാൽ ഒരുപക്ഷെ സാധിക്കില്ല. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം നിന്ന് ഈ കേരളത്തെ കൈപിടിച്ചുയർത്തുക, രക്ഷപ്പെടുത്തുക, ആ ഒരു ദൗത്യമാണ് ഞാനും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും എല്ലാം കൂടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ പൂർത്തിയാക്കും, ആ ദൗത്യം ഞങ്ങൾ പൂർത്തിയാക്കും. അതിന് മത്സരിക്കണമെന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് മത്സരിക്കാനായിട്ട് അല്ലെങ്കിൽ ഉയർത്തി കാണിക്കാൻ അവിടെ പലരും ചോദിക്കും മുഖ്യമന്ത്രി ആവണം. ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, അതിനാണ് രാജീവ് ചന്ദ്രശേഖർജി മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ 2 നേതാക്കളുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ 3 നേതാക്കളുടെ ആവശ്യമില്ല. ഇപ്പോൾ കോൺഗ്രസ്സിൽ എത്രയോ ആളുകളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഞങ്ങളിൽ അങ്ങനെ ഒരു തർക്കമില്ല എന്നാണ് പറയുന്നത്. വലിയ സ്വാധീനമുള്ള സ്ഥലമായിരുന്നു കൊച്ചി. പക്ഷേ കൊച്ചിയിൽ ഇത്തവണ 3-1 വോട്ട് പോലും പിടിക്കാനായി സാധിച്ചിട്ടില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? അല്ല, അതെല്ലാം ഒരുപാട് കാര്യങ്ങൾ. കാരണം അവിടെ 2020 ചെല്ലാനം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. പല ആളുകളും അവിടെ വിചാരിച്ചിരിക്കുന്നത് അത് 2020യുടെ ഭാഗമാണ് എന്നുള്ളതാണ്. അത് 2020 ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് ജനങ്ങൾ ഭരണം കൊടുത്തു. അവരത് വളരെ ഒരു രീതിയിലും അവർക്ക് നന്നായിട്ട് ഭരിക്കാൻ സാധിച്ചില്ല. അത് നാടിന് ഒരുപാട് ദൂഷ്യമുണ്ടാക്കി, ചീത്തപ്പേരുണ്ടാക്കി. ജനങ്ങൾ ഇന്ന് ചെല്ലാനത്തെ ആളുകൾ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് അത് 2020 ആണ് എന്ന് വിചാരിച്ച് അവിടെ ഒരു നെഗറ്റീവ് ഇത് 2020യോടൊപ്പം ഉണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന സമയത്ത് ഒരുപാട് വൈകിയിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ വേണ്ട രീതിയിൽ അതിൻ്റെ പ്രചരണം നടത്താനോ ഞങ്ങൾക്ക് എല്ലായിടത്തും എത്തിച്ചേരാനോ സാധിച്ചില്ല. അതുകൊണ്ട് സംഭവിച്ചതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഏതെല്ലാം സീറ്റുകളിൽ മത്സരിക്കണമെന്ന് ഉള്ളൊരു തീരുമാനം ഉണ്ടായത്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷൻ കൊടുക്കാനും പ്രവർത്തിക്കാനും എല്ലാം കൂടി കൂടിയിട്ട് 2 ആഴ്ച കഷ്ടി കിട്ടിയുള്ളൂ എന്നുള്ളതാണത്. അപ്പോൾ അങ്ങനെയുള്ള ചില അപാകതകൾ കൊണ്ടൊക്കെയാണ് ഈ വോട്ട് കുറഞ്ഞതും വ്യത്യാസങ്ങൾ വന്നതൊക്കെ. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഒരു മുന്നണി രാഷ്ട്രീയത്തിയിട്ട് വരുന്നു, ഒരു മത്സരരംഗത്ത് വരുന്നു, വ്യക്തമായിട്ട് ഏതെല്ലാം സീറ്റുകൾ മത്സരിക്കണമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുന്നു. അപ്പോൾ ഇപ്പോൾ പറ്റിയ അപാകതകളെല്ലാം ഞങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കി വേറെ ഏതൊരു പാർട്ടിയേക്കാൾ കൂടുതൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും. വലിയൊരു മാറ്റം ഞങ്ങൾ കൊണ്ടുവരും ഇവിടെ. അല്ല, ഇപ്പം നമ്മളിപ്പോൾ മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് എല്ലായിടത്തും ഇപ്പോൾ ഇവിടുത്തെ ശ്രീനിജൻ കോൺഗ്രസ്സുകാരനല്ലായിരുന്നു. അത് എത്രയോ ആളുകൾ അങ്ങനെ മത്സരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഏത് രാജ്യക്കാരാ, ഏത് അല്ല ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു റിസർവേഷൻ മണ്ഡലമാണത്. റിസർവേഷൻ മണ്ഡലത്തിൽ കേരളത്തിൽ കുന്നത്തുനാടെന്ന് മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഉള്ള ആളുകളെ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെയും ഞങ്ങൾ ഒരാളെ കണ്ടുവച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബാബു ദിവാകരനെ കണ്ടെത്തിയതും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളിയെ സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ തീരുമാനിച്ചത്. ഇവിടെ ആളില്ലാത്തത് കൊണ്ടല്ല ഞങ്ങളത് തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് അതിൽ ഒരു പ്രത്യേക ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളത്. അതിപ്പോൾ ഒരു ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആളുകളും തന്നെ അതാത് പ്രദേശങ്ങളിൽ ജനിച്ച് വളർന്ന് അവിടെ തന്നെയുള്ള ആളുകളെ തന്നെയാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് റിസർവേഷൻ കാറ്റഗറി ആയതുകൊണ്ട് മാത്രമാണ്. അതിപ്പോൾ എല്ലായിടത്തും അതൊക്കെ തന്നെയാണത്.